ഏതാ യാസീൻ? ഏതാ യാസീൻ? ഇതാണ് യാസീൻ. ഇത് മാത്രമാണ്. ഇതാണ് വൽ ഖുർആനുൽ ഹഖ് ഇന്നക ലമിനൽ മുർസൽ റസൂൽ അലാ സിറാത്തിൻ മുസ്തഖീം റസൂലേ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. അള്ളാഹു ഇറക്കപ്പെട്ടത് ആക്കപ്പെട്ടതാണ്. അത് നിങ്ങൾ അങ്ങനെ ഒരു റസൂലിനെയും ഒരു മുഹമ്മദിനെയും പിടിച്ച് പറയുമ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ പ്രപഞ്ചത്തിന്റെ ആകമാനം. ആ മുഹമ്മദ് എവിടെയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മുഹമ്മദ് ഒരു പേരല്ല. മുഹമ്മദ് ഒരു പേരല്ല. ഷഹാദത്ത് കലിമയെ കാണിക്കുന്ന മീം എന്താണെന്നറിയോ? മുഹമ്മദിൽ ആദ്യം മീം പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നതാണ് മീം. അമർത്ത കുംഭം എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മനസ്സാണ് മീം. അതേതാ? ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹു. അതാണ് പൂർണ്ണത. അതാണ് മീം. ആ മീം ദൃശ്യമായി പ്രചരിപ്പിക്കുക. ദൃശ്യമായി ഇതാണ് ഹയാത്ത്. മുഹ അല്ലേ? മീമും ഹാ മുഹ. മുഹമ്മദിന്റെ മുഹ ഹയാത്തായ പ്രപഞ്ചമാണ്, ഇലാഹാണ്. ആ മീം ഹയാത്തായ ചെയ്ത പ്രപഞ്ചമായി ഹയാത്തായി. അതാണ് മുഹ. അതിനാണ് ഇലാഹ് എന്ന് പറയുന്നത്. മീം ഹയാത്തായ പ്രപഞ്ചം മുഹ. ആ പ്രപഞ്ച ശരീരത്തിൻ്റെ ദൈവശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ മീമ് തന്നെ ബീജമായി ഇറങ്ങി വന്ന് മുഹയിൽ നിന്ന് ആ മീമ് തന്നെ മീമ് തീനായി വന്ന മുഹമ്മദ് ഞാനാണ്. വേറെ ആരുണ്ട് പറയട്ടെ? മുഹമ്മദ് ഞാനാണ്. ഇതാണ് മുഹമ്മദ്. മുഹമ്മദ് ഏതാ? ആ മീമ് ഹയാത്തായ ആ നൂറ് ആകാശഭൂമി പ്രകാശമായ അള്ളാഹു ഹയാത്തായ ദൃശ്യമായ രൂപം കൊണ്ട ഇലാഹ് പ്രപഞ്ചം. മുഹ അർത്ഥ നരീശ്വരനായ ശിവൻ. ശിവശരീരത്തിൻ്റെ ശിവന്റെ ഇലാഹിൻ്റെ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് നരിയാം ഗർഭമായ ഭൂമിയിലേക്ക് ആ മീമ് തന്നെ ബീജമായി ഇറങ്ങി വന്ന മുഹയിൽ നിന്ന് ആ മീമ് ദീനായി. ദീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനമായി വന്ന മുഹമ്മദ് ഞാനാണ്. അതറിഞ്ഞാൽ നിങ്ങളുമാണ്, എല്ലാവരുമാണ്. പിന്നെ ഇവിടെ കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും ഇല്ല. എല്ലാവരും അതാണ്. എല്ലാവരും അറിഞ്ഞാൽ അതാണ്. എല്ലാവരും അതാണ്. ഇനി ആ കൃഷ്ണനും അർദ്ധനാരീശ്വരനായ ശിവനെ അറിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും ശിവനാണ്, ആ ശിവാവതാരമാണ്. പിന്നെ ഇവിടെ രാമനും കൃഷ്ണനും മുഹമ്മദും യേശുവും. അപ്പൊ ഏതിൽ ചെന്ന് നോക്കിയാൽ ആ ഒന്നിനെ കാണിക്കുന്നത്. അതിലൂടെ നോക്കുമ്പോൾ അതല്ലാതെ വേറൊന്നില്ല. അപ്പൊ എല്ലാവരും എല്ലാത്തിലൂടെ എല്ലാ ഭാഷയിലൂടെ പ്രയോഗത്തിലൂടെ കാണിക്കുന്നത് ആ ഒന്നിനെയാണ്. എല്ലാരിലൂടെ ഒന്നിനെ കാണണ്ടേ? എല്ലാവരും ആ ഒന്നാണ്. അതെ അതെ, അതാണ് ഈ അള്ളാഹുവിന്റെ വെളിവായ അള്ളാഹുവിന്റെ കലാമാണ്. കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വ്യത്യാസമില്ലാത്ത പരിശുദ്ധമാക്കപ്പെട്ട ഒലീവ് മരത്തിന്റെ എണ്ണ കൊണ്ടാണ് പ്രകാശിക്കുന്നത്. അതെ, സൂറത്ത് 100. എന്നിട്ട് നമ്മൾ നേരത്തെ രണ്ടാമത്തെ പ്രാവശ്യം സൂറത്ത് 100 പറഞ്ഞു. പക്ഷെ പറയാൻ വിചാരിച്ചത് അപ്പോഴും വിട്ടുപോയി. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഏതാ വിദേശിയോ സ്വദേശിയോ അല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്നത്. നിങ്ങളൊന്ന് ശ്വാസം പിടിച്ചെടുക്കുക. ഏതെണ്ണോടെ കത്തുന്നത്? ഇത് കിഴക്കോ പടിഞ്ഞാറുള്ളാണോ ഈ എണ്ണ? ഇതില്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പോൾ ഏത് എണ്ണ കൊണ്ടാണ് ഇത് കത്തിക്കപ്പെടുന്നത്? അള്ളാഹു 100 സമാവത്ത്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. അതാണ് 100. അതാണ് ജഗത് ജ്യോതി എന്ന് പറയുന്നത്.